ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ഗ്രാമത്തിലാണ്. ചേലക്കരയുടെ പ്രേക്ഷിതൻ എന്നറിയപ്പെട്ടിരുന്ന ദേവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ഛൻ്റെ ജീവിതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു. ദേവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ഛൻ 1894 ഡിസംബർ 8 ചാലക്കുടി കോട്ടാറ്റ് ദേശത്ത് തച്ചുപറമ്പിൽ പൗലോസ് റോസ ദമ്പതികളുടെ 9ാമത്തെ പുത്രനായി ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ ജനിച്ചു. 1924 ഡിസംബർ 22 പൗരോഹിത്യ സ്വീകരണം. 1928 മുതൽ ചേലക്കരയെ തൻ്റെ പ്രവർത്തന മേഖലയായി തെരഞ്ഞെടുത്തു. പിന്നീട് ചേലക്കരയുടെ പ്രേക്ഷിതൻ എന്നറിയപ്പെട്ടു. 1963 ജൂൺ 9 ദിവംഗതനായ ബഹുമാനപ്പെട്ട ആന്റണി തച്ചുപറമ്പിലച്ഛൻ 2012 ഡിസംബർ 3 ദേവദാസനായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇവിടെയാ നമ്മുടെ തച്ചുപറമ്പിലച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയമായത്. കണ്ടോ, അതെന്തോ ഇത് കുരിശ് അല്ലേ? സാധാരണ നമ്മൾ കുർബാനയ്ക്ക് ഓൾട്ടറിൽ ഒരു കുഞ്ഞു കുരിശ് വെക്കാറില്ലേ? അച്ഛൻ്റെ കാലഘട്ടത്തിൽ അച്ഛൻ കുർബാനയുടെ സമയത്ത് അൾത്താരെ വെച്ചിരുന്ന കുരിശ, പഴയ കണ്ടില്ല, അതിൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത് അച്ഛൻ്റെ കണ്ണട. അച്ഛൻ എപ്പോഴും ഇങ്ങനെ ഒരു കറുത്ത കണ്ണട വെച്ച് ആ രൂപത്തിലാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ഇത് കണ്ട, ഇത് മരത്തിൻ്റെ ഒരു ബോക്സാണ്. അപ്പോൾ ഈ തടി ബോക്സിനകത്താണ് നമ്മൾ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വീഞ്ഞ് കുഞ്ഞു കുപ്പിയിൽ സൂക്ഷിക്കുന്നത്. ഇത് എന്താ, ഇത് മുൾക്കിരീടം അല്ലേ? ആരാ മുൾക്കിരീടം വെച്ചിരുന്ന ആള്? ഈശോ അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഈ ദേവദാസരെയൊക്കെ പരിചയപ്പെടുമ്പോൾ ഇങ്ങനെ ഒത്തിരി പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ട് അവരല്ലേ. അപ്പം തച്ചുപറമ്പിലച്ഛൻ്റെ ലൈഫിൽ ഈ മുൾക്കിരീടമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. അത് ഞാനിപ്പോൾ പറയത്തില്ല, പിന്നെ പറഞ്ഞുതരാം. അത് കണ്ടോ, മുള്ളരിഞ്ഞാണം നമ്മൾ കേട്ടിട്ടില്ലേ? ഇവിടെ അരയിൽ ഈ മുള്ളുള്ള ഈ അരഞ്ഞാണം ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി കെട്ടും അല്ലേ? അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയ നിഗ്രഹം എന്നാണ് അത് പറയുന്നത്. നമ്മുടെ ആശകളും നമുക്ക് ജഡികമായിട്ടുണ്ടാകുന്ന പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് മുള്ളരിഞ്ഞാണ് ശരീരത്തിൽ ഇങ്ങനെ മുറുക്കെ വരിഞ്ഞ് ചുറ്റുമായിരുന്നു. അപ്പം അച്ഛനിങ്ങനെ ആര് പറയാണ്ട് രഹസ്യമായിട്ട് ഒരുപാട് പരിഹാരങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്. ഇനി ഇവിടെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഉടുപ്പായത്. അച്ഛൻ സാധാരണ അച്ഛന്മാർ ലോവയുടെ കളർ എന്താ? വെള്ള അല്ലേ? പക്ഷെ തച്ചുപറമ്പിലച്ഛൻ കൂടുതൽ സമയം ഇങ്ങനെ കറുത്ത ഉടുപ്പിട്ടാണ് നടക്കുന്നത്. അച്ഛൻ്റെ നടപ്പ് ഒരു കാലംകൊട എന്ന് അറിയാവോ? ഇങ്ങനെ വളഞ്ഞ ആ കാലംകൊടയും കുത്തി ഇങ്ങനെ അച്ഛൻ നടക്കുമായിരുന്നു. ഇവിടെ ഈ സൈഡ് നിങ്ങൾ കണ്ടോ, ഒരു പടം കണ്ടായിരുന്നോ? അതെന്തോന്നറിയാവോ? അച്ഛൻ ഇങ്ങനെ എല്ലാ പാവങ്ങളുടെ വീടുകൾ തോറും പോകുമായിരുന്നു. അതിന് ജാതിയോ മതമോ പൈസ ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും വീട്ടിൽ പോവും, അവരുടെ വിഷമങ്ങൾ കേൾക്കും, അവരുടെയൊക്കെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്യും. അങ്ങനെ ഒത്തിരി ആളുകളുടെ ജീവിതമായിട്ട് ഇടപഴകി ജീവിച്ചിരുന്ന ഒരാളാണ്. ഇത് അച്ഛൻ പണി കഴിപ്പിച്ച് ഈ പള്ളിയിൽ ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന നേർച്ചപ്പെട്ടിയാണ്. ഇപ്പോൾ ഒക്കെ ഇങ്ങനെ വേറെ സ്റ്റീലിൻ്റെ പെട്ടിയൊക്കെ അല്ലേ നമ്മൾ കാണുന്നത്. പഴയ കാലത്ത് ഇങ്ങനെ തടിപ്പെട്ടിയാണ് ഉണ്ടായിരുന്നത്. അത് ഇതെല്ലാം ഈ സൈഡിലിരിക്കുന്ന എല്ലാം അച്ഛൻ ഉപയോഗിച്ചിരുന്ന ജുബ്ബയുണ്ട്. ഇത് കണ്ടോ, ഇത് ചാരുകസേര നമ്മൾ പലയിടത്ത് കണ്ടില്ലേ? അപ്പോൾ ഇത് വിശ്രമിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന കസേരയാണിത്. അച്ഛൻ ഒരുപാട് കുറേ രോഗങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. ചെറുപ്പം മുതലേ ആരോഗ്യം കുറഞ്ഞ ഒരാളും കൂടിയായിരുന്നു. പക്ഷേ ഈ ക്ഷീണവും രോഗവും ഇതിൻ്റെ ക്ലേശവും ഒക്കെ മറന്നിട്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ ഫുൾ ടൈം മനുഷ്യരെ സേവിച്ചുകൊണ്ടിരുന്നത്. അച്ഛനിങ്ങനെ പറയാറുണ്ട്, സ്നേഹം, നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യുന്നു, നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കുന്നു, നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ നമുക്കൊരു മടിയുണ്ടാവത്തില്ല അല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും കൊടുക്കാൻ നമുക്ക് വലിയൊരു താല്പര്യമായിരിക്കും. അപ്പം നമ്മൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന നന്മ അല്ലെ ഒരാൾക്ക് കൊടുക്കുന്നു, എന്ത് ചെയ്യുന്നു, അതിൽ നിന്നാണ് ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. അപ്പം നമ്മൾ സ്നേഹിക്കുക, സ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്യുക എന്ന് അച്ഛൻ എല്ലാവരോടും എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമായിരുന്നു. ഇവിടെ നമുക്ക് കുറച്ച് പ്രാർത്ഥനാ പുസ്തകം കാണും. ഈ പുസ്തകത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കണ്ടോ, ഇത് അച്ഛൻ എഴുതിയ പ്രാർത്ഥനകളാണ്. കണ്ടോ, പഴയ കാലത്തെ അച്ഛൻ ആളുകൾക്ക് കൊടുക്കുന്ന ചെറിയ ഉപദേശങ്ങൾ, കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ, ഇതെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു സന്യാസത്തിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെ ഉള്ള കൊച്ചു പ്രാർത്ഥനകൾ, ഉപദേശങ്ങളെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. കണ്ടോ, അച്ഛൻ്റെ കൈയക്ഷരം കണ്ടോ? ഇപ്പോഴും ആ പുസ്തകങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, പഴയ കാലത്തെ പ്രാർത്ഥനാ പുസ്തകങ്ങളാണ് ഇതൊക്കെ. ഇത് പക്ഷെ തൊട്ടാ പൊടിഞ്ഞു പോവും. ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളൊക്കെ ഇത് കണ്ടോ,
ഇത് പ്രസംഗപീഠമാണ്, അച്ഛൻ ഉപയോഗിച്ചിരുന്ന പ്രസംഗപീഠം. അതായത് അച്ഛൻ നല്ലൊരു ധ്യാന ഗുരുവായിരുന്നു. അതായത് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷയിൽ നന്നായിട്ട് അച്ഛൻ ധ്യാനിപ്പിക്കുമായിരുന്നു. കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിൽ വിദേശത്തും ഒക്കെ അച്ഛൻ പോയിട്ടുണ്ട് ഇങ്ങനെ ധ്യാനം. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു നല്ല അറിയപ്പെടുന്നൊരു ധ്യാനഗുരു കൂടിയായിരുന്നു. അപ്പോൾ ഈ പ്രസംഗപീഠത്തിന് ഇതിങ്ങനെ അകത്തൊരു ബോക്സ് പോലെയുണ്ട്, അതിനകത്താണ് ബൈബിള് സൂക്ഷിക്കുന്നത്. ഇത് കണ്ടോ, കട്ടിലത് വളരെ വീതി കുറഞ്ഞ ചെറിയ കട്ടിലല്ലേ. ഇത് കൊതുകുവല ഇടാൻ ഉപയോഗിച്ചിരുന്നത്. അച്ഛൻ്റെ ഇങ്ങനെ പറയുന്നത്, അച്ഛൻ ഒത്തിരി ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ. ആദ്യം ഇങ്ങനെ വൈക്കോല് കൊണ്ട് മേഞ്ഞൊരു കൊച്ചു കുടിലായിരുന്നു താമസം. എന്നിട്ട് ഈ തടിക്കട്ടിലായിരുന്നു അച്ഛൻ കിടന്നുകൊണ്ടിരുന്നത്. ഇവിടെ കാണാം അച്ഛൻ്റെ ഫോട്ടോസ്. അതായത് അച്ഛൻ്റെ മരണത്തിൻ്റെ സമയത്തെ ഫോട്ടോസാണ്. അപ്പോൾ ഇവിടെ ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ദൈവവിളികൾ ഉയരണം, സന്യാസത്തിലേക്ക് പെൺകുട്ടികൾ കടന്നു വരണം. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൽ നമ്മൾ മറീന്ദ്രസ്വാമിയും വിധേയത്തിലച്ഛനെയൊക്കെ പരിചയപ്പെട്ടില്ലേ? അവിടെ ചെന്ന് വിധേയത്തിലച്ഛനെ കണ്ട് അവിടുന്ന് കുറച്ച് സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് അങ്ങനെ ഇവിടെ ഒരു കോൺവെൻറ്റ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അച്ഛൻ്റെ നേതൃത്വത്തിൽ അച്ഛനാണ് അതിന് മുൻകൈ എടുത്തത്. അപ്പോൾ ആ സിസ്റ്റേഴ്സും ഇവിടെയുള്ള ജനങ്ങളും എല്ലാവരും കൂടെ നിൽക്കുന്ന ഫോട്ടോസ് നമ്മളീ കാണുന്നത്. ഇത് ചേലക്കര ലിറ്റിൽ ഫ്ലവർ LP സ്കൂളാണ്. നമ്മുടെ ആൻ്റണി അച്ഛൻ സ്ഥാപിച്ച സ്കൂളാണ് ഇത്. ആദ്യം കോൺവെൻ്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ സ്കൂള് സ്റ്റാർട്ട് ചെയ്തത്. അത് പോയി കണ്ടാലോ, സ്കൂൾ കണ്ടാലോ? ഇത് ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റും ഈ സ്കൂളുമാണ്. നമ്മളിവിടെ വരാനൊരു കാര്യമുണ്ട്. ഈ സ്കൂള് തുടങ്ങിയത് തച്ചുപറമ്പിൽ അച്ഛനാണ്. ചാലക്കുടിക്ക് അടുത്തായിരുന്നു അച്ഛൻ ജനിച്ചത്. 9 മക്കളായിരുന്നു വീട്ടിൽ. അപ്പച്ചൻ്റെ പേര് പൗലോസ്, അമ്മ റോസ. എത്രാമത്തെ കുഞ്ഞാവയായിരിക്കും? ഒന്ന് ഊഹിച്ച് പറയാവോ? കറക്റ്റായിട്ട് പറഞ്ഞു, 9ാമത്തെ. ഏറ്റവും ഇളയ വാവയായിരുന്നു. അപ്പം ഇളയ ആളായിരുന്നുകൊണ്ട് തന്നെ എല്ലാവരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ഭയങ്കര ഓമനിച്ചാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. വീട്ടിൽ അപ്പച്ചൻ കൃഷിയായിരുന്നു. ഇവർക്ക് കുറേ പാടവും നിലവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പണിക്കാരും ഉണ്ടായിരുന്നു. അപ്പച്ചനെ കണ്ടിരുന്ന ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, പാടത്ത് ഈ പറമ്പിൽ കൃഷിക്ക് ആളുകൾ പണിക്കാർ വരുമ്പോഴത്തേക്ക് അവരുടെ കൂടെ അപ്പച്ചനും ഇറങ്ങും. എന്നിട്ട് ഈ മക്കളെ എല്ലാവരെയും കൂടെ കൊണ്ടുപോയി ഈ അവരെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കും. അത് കൂടാഞ്ഞ് കൃഷി കാര്യങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി ആൺമക്കളെല്ലാം കൊണ്ടുപോയി കൃഷി കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ അപ്പച്ചൻ ഇങ്ങനെ ഒരുപാട് ഉപദേശമൊന്നും കൊടുക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും അവർ പറയാതെ തന്നെ അവരുടെ ജീവിതത്തിൽ കണ്ട കുറേ നന്മകളായിരുന്നു അച്ഛൻ്റെ ജീവിതത്തിൽ മാർഗ്ഗദീപമായി മാറിയത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ എല്ലാവരും വിളിച്ചിട്ട് ഒരു കാര്യം പറയുമായിരുന്നു. രാവിലെ പ്രാർത്ഥിക്കും. മക്കളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അപ്പച്ചനും അമ്മയും എഴുന്നേറ്റ് രാവിലെ കുറേ നേരം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഇവർ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ ഇങ്ങനെയാണ് പറയുന്നത്, ഇന്നത്തെ ദിവസം നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ വരുന്നില്ലേ? ഇന്നലത്തെ പോലെയാണോ നമ്മുടെ ഇന്നത്തെ ലൈഫ്? ആണോ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു ദിവസവും പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അല്ലേ? അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ്. ഓരോ ദിവസവും ഒരു പുതിയ ദിവസമാണ് ദൈവം നമുക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത്. അപ്പോൾ ഈ അപ്പച്ചനും അമ്മ ഇവരോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, അതായത് നമ്മളുടെ ഇന്നത്തെ ദിവസം ഒരു ഡേ ആരംഭിക്കുമ്പം ഈ ദിവസം നമ്മുടെ എല്ലാ നമ്മുടെ ചിന്ത, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ പോകുന്ന എവിടെയായിരുന്നാലും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇന്നത്തെ ദിവസം ആയിത്തീരണം. അപ്പം കർത്താവെ, ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ പ്രവൃത്തിയും ഞങ്ങളുടെ എന്തായിരിക്കുന്നുവോ ഞങ്ങളുടെ വിചാരങ്ങളും എല്ലാം നിന്നെ മഹത്വപ്പെടുത്തുന്നതായി തീരട്ടെ. അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ദിവസത്തിന് വേണ്ടിയിട്ട് ദൈവകരങ്ങളിൽ ജീവിതം സമർപ്പിക്കുക. ഇത് വളരെ കുഞ്ഞായിരിക്കുമ്പം അച്ഛൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു ശീലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അച്ഛൻ്റെ ജീവിതം പഠിച്ചു പോകുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധ കുർബാനയോട് ഭയങ്കര ഭക്തി ഉണ്ടായിരുന്ന ആളാണ്. ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകൾ ചിലവാക്കുമായിരുന്നു. ഇവിടെ ഒരു പുരോഗതിയും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു അച്ഛൻ വന്നു. അച്ഛൻ വന്നതിന് ശേഷമാണ് ഒത്തിരി കാര്യങ്ങൾ, ഈ ആളുകൾ റോഡ് പണി, അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതിന് തുടങ്ങാൻ ആ ആശുപത്രി എന്നുള്ളൊരു ചിന്ത ഇട്ട് ആ പണി ആരംഭിക്കുന്നതും അച്ഛനാണ്. ഇനി ഈ സ്കൂളിന് വേണ്ടിയിട്ടുള്ള പൈസ അച്ഛന് നമുക്ക് വീട്ടിൽ എന്താ പറയണത്, നമ്മുടെ വീതം കൊടുക്കത്തില്ലേ, ഓരോരുത്തർക്ക് ഷെയർ ഉണ്ടല്ലോ. അപ്പം അച്ഛൻ കുറച്ച് പൈസ അപ്പച്ചനിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഈ സ്കൂളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. അച്ഛനൊരിക്കലും അച്ഛന് വേണ്ടി മാത്രമല്ല ജീവിച്ചിരുന്നത്, പാവങ്ങളെ സഹായിക്കുക,
അപ്പം എപ്പോഴും പറയും ഇങ്ങനെ വിദ്യാഭ്യാസം ശരിക്കും ഒരാളുടെ ജീവിതത്തിന് വെളിച്ചമാണ്. അങ്ങനെയാണ് മനുഷ്യർക്ക് പ്രയോജനപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അച്ഛൻ എപ്പോഴും മുൻകൈ എടുത്തു. ഈ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ കാലത്ത് ഈ പുറത്തേക്ക് കേരളത്തിന് പുറത്തേക്കൊക്കെ പോയി പഠിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. അച്ഛൻ ഉപരിപഠനത്തിനായിട്ട് പോയത് തൃശ്ശിനാപ്പള്ളിയിലേക്കാണ്. തൃശ്ശിനാപ്പള്ളി അവിടെ നിന്നാണ് ശരിക്കും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നല്ലൊരു പ്രാവീണ്യം അച്ഛന് കിട്ടുന്നത്. അതിനുശേഷം വൈദികനായി കഴിഞ്ഞു. ഈ പഠനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടാണ് സെമിനാരി പോകുന്നത്. സെമിനാരി പോകുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എതിർപ്പൊന്നും അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് ഇപ്പോഴും ഈ തലമുറയിലും ഒക്കെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. ഒരുപാട് ദൈവവിളിയുള്ളൊരു കുടുംബമാണ് അച്ഛൻ്റെ കുടുംബം. അങ്ങനെ ഇവിടുന്ന് തിരിച്ചു വന്നിട്ടാണ് സെമിനാരിയിലേക്ക് പോകുന്നത്. സെമിനാരി ചേരാൻ പോകുമ്പോൾ പറയുന്നൊരു സംഭവമുണ്ട്. ഇന്നത്തെ പോലെ കാറും ബസ്സും ഒന്നും അങ്ങനെയില്ല. കാളവണ്ടി എന്ന് കേട്ടിട്ടില്ലേ? കാളവണ്ടി ഉണ്ട്. ഇതല്ലാണ്ട് ഈ വണ്ടി കാളയെ പൂട്ടാതെ തന്നെ മനുഷ്യൻ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു വണ്ടിക്കകത്താണ് ഈ സെമിനാരിയിലേക്ക് അന്ന് ഈ തൃശ്ശൂർ സെമിനാരിയിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പെട്ടിയൊക്കെ എടുത്ത് ഈ വണ്ടിയിൽ വെച്ചിട്ട് ഇയാൾ വലിച്ചുകൊണ്ടുമല്ലേ പോകുന്നത്. അപ്പോൾ പറഞ്ഞു മോൻ കയറി ഇരുന്നോളാൻ പറഞ്ഞു. അന്നേരം ഭയങ്കര വിഷമം. എന്നെ പോലെ ഒരാൾ അദ്ദേഹം ഇങ്ങനെ ഈ വണ്ടി വലിക്കുമ്പം ഞാനിങ്ങനെ ഇതിനകത്ത് കയറി ഇരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ അവിടുന്ന് ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂർ വരെ അപ്പനൊപ്പം അച്ഛൻ നടന്നു എന്നാണ് പറയുന്ന ചരിത്രം. അപ്പോൾ അവിടം തൊട്ട് മറ്റുള്ളവരോട് എപ്പോഴും പരിഗണനയുള്ളൊരു മനസ്സായിരുന്നു അച്ഛനുണ്ടായിരുന്നു. പിന്നീട് കുറേ കാര്യങ്ങൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു സംഭവം ഇങ്ങനെയാണ്. ഈ വൈദികനായി കഴിഞ്ഞിട്ട് അച്ഛൻ പല സ്ഥലത്ത് ധ്യാനിപ്പിക്കാനൊക്കെ പോകുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ തൃശ്ശിനാപ്പള്ളിയിലൊക്കെ അച്ഛൻ്റെ ധ്യാനത്തിന് പങ്കെടുത്ത ഒരുപാട് പേരുണ്ട്. ഒരു ദിവസം കോൺവെൻറ്റിൽ ഒരു കാറ് വന്നു നിന്നു. അന്നത്തെ കാലത്ത് കാറൊക്കെ വരുന്നത് ഒരു പ്രത്യേക സംഭവമാണ്. അപ്പോൾ സിസ്റ്റേഴ്സ് ഓടി വന്നെന്താ ചോദിച്ചു പറഞ്ഞു ഇവിടുത്തെ സ്വാമിയെ ഒന്ന് കാണണം എന്ന്. അപ്പോൾ ഇവർ ശരിക്കും ഹൈന്ദവരാണ്. ഇവർ തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് വരുക. അപ്പോൾ സിസ്റ്റേഴ്സ് ചോദിച്ചു നിങ്ങളിവിടെ ഇരിക്കുക. അപ്പോൾ അച്ഛൻ ഈ ഒരു വൈക്കോൽപ്പരയിലെ കുടിലിനകത്ത് താമസിക്കുന്നത്. അപ്പോൾ അച്ഛനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. അപ്പം ഇവർ പറഞ്ഞു സ്വാമിയെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പൈസ ഉള്ള ആൾക്കാരാണ്. ഇവരുടെ വീട്ടിൽ എന്നും പ്രശ്നങ്ങളാണ്. ഒരുപാട് തകർച്ചകളും പ്രശ്നങ്ങളൊക്കെ വരുന്നു. ഒരു സമാധാനമില്ല. ഒരു മോനുണ്ടായിരുന്നു. മോൻ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ ഇവർക്ക് ഒരു ജീവിതത്തിൽ സമാധാനമില്ല. അതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അവർ തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് കാർ ഓടിച്ചിവിടെ വന്നിരിക്കുകയാണ് അച്ഛനെ അന്വേഷിച്ചിട്ട്. എന്നിട്ട് പറയും സ്വാമി ഞങ്ങളുടെ വീട്ടിൽ വരണം, വന്നൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പോൾ അച്ഛൻ ഒരു എതിർപ്പും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു ശരി ഞാൻ വന്നേക്കാം. അച്ഛൻ പോയിട്ട് ഇവിടുന്ന് 2 സിസ്റ്റേഴ്സിനെയും കൂട്ടി ഇവർ കാറിൽ പോയി. പോകുന്നുണ്ട് ഇവിടുത്തെ സിസ്റ്റേഴ്സിനോടെല്ലാം പറഞ്ഞു പോവുകയാണ്, നിങ്ങളിവിടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അവിടെ ചെന്ന് ആ വീട്ടിലുള്ള അസ്വസ്ഥതകളൊക്കെ മാറി അവിടെ സമാധാനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എപ്പോഴും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ കർത്താവിനെ ആശ്രയിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവും. ഇതെപ്പോഴും അച്ഛനിങ്ങനെ സിസ്റ്റേഴ്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്. ഇതെല്ലാം പറഞ്ഞു അവിടെ ചെന്ന് വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അവിടെ കുറേ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടുമാറി വലിയൊരു ശാന്തതയിലേക്ക് അവർ പോയി. അപ്പോൾ അവർ തിരിച്ചു വന്നു കഴിഞ്ഞ് അച്ഛന് കുറേ ഒരു സന്തോഷത്തിന് കുറച്ച് പൈസ. അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് വേണ്ട. അന്നേരം പറഞ്ഞു ഇത് അച്ഛന് സ്വാമിക്ക് ഞങ്ങൾ തരുന്നതല്ല, ഇതുകൊണ്ട് പാവങ്ങളെ സഹായിക്കണം എന്ന് പറയും. അങ്ങനെ ഒത്തിരി അച്ഛനെ എത്രമാത്രം നമ്മൾ കർത്താവിലേക്ക് അടുത്ത് നിൽക്കുന്നോ അപ്പോൾ ദൈവം നമ്മളെ എടുത്തുപയോഗിക്കും ഇല്ലേ. അച്ഛൻ്റെ ജീവിതത്തിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു ഇല്ലേ. ഇവരുടെയൊക്കെ ജീവിതത്തിലൂടെ നമുക്ക് കർത്താവ് മനസ്സിലാക്കി തരുന്നൊരു കാര്യം ഇതാണ്. നമ്മളും കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ട ആൾക്കാരാണ്. അങ്ങനെ ഒരു വിളി നമുക്കും ഉണ്ട്. അങ്ങനെ പിന്നീട് ഒത്തിരി പാവപ്പെട്ട ആൾക്കാരോട് അച്ഛനിങ്ങനെ ഒരു വേറെ വ്യത്യാസവും കാണിക്കത്തില്ല. നമ്മൾ ചിലപ്പം വിചാരിക്കും യോ ഇതെങ്ങനെ നടക്കും, ഇപ്പോൾ ഒരു സ്കൂൾ എങ്ങനെ പണിയാൻ പറ്റും അന്നത്തെ കാലത്ത്. പക്ഷേ അതൊക്കെ ഒരു പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു ധൈര്യമാണ്. പിന്നെ അച്ഛൻ പറയുന്നുണ്ട് ഭൂമിയിൽ 2 തരം കാറ്റുണ്ടെന്നാണ് പറയുന്നത്. അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് ശ്വസിക്കാനായിട്ട് വായു വേണം അല്ലേ, അതൊന്ന്. പിന്നീട് നമ്മുടെ ആത്മാവിൻ്റെ ഒരു ഭക്ഷണമുണ്ട്. അതാരാ? ആത്മാവിന് നമുക്ക് ജീവൻ തരുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. അപ്പോൾ അതായത് ഈ 2 തരം വായു മനുഷ്യന് ആവശ്യമാണ്. അപ്പം നമ്മൾ ശ്വസിക്കുന്നുണ്ട്, ഒപ്പം നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആത്മാവ് ഇങ്ങനെ തൂങ്ങിയായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനോടുള്ള ഒരു നിരന്തര സമ്പർക്കം നമ്മുടെ ജീവിതത്തിൽ എന്നും ആവശ്യമാണ്. സിസ്റ്റേഴ്സിനോടൊക്കെ പരിശീലനം കൊടുക്കുന്ന ആളുകളോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ എപ്പോഴും അച്ഛനിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്കൂളിൽ പോയി നമുക്ക് അറിവ് കിട്ടും, അതിനോടൊപ്പം തന്നെ അതിനപ്പുറത്തുള്ളൊരു ജ്ഞാനവും കൂടി നേടിയെടുക്കണം എന്ന് കുഞ്ഞുങ്ങളോടൊക്കെ അച്ഛൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ 2 കാറ്റിന് എപ്പോഴും ഓർത്തിരിക്കുമോ? പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കണം നമ്മളല്ലേ. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം.
പരിശുദ്ധാത്മാവ് സഹായകനായിട്ട് ഈശോ നമുക്ക് തന്നത് അല്ലേ. അപ്പോൾ അച്ഛന് ഈ ഒരു നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ആ ബോധ്യത്തിൽ അച്ഛനിലേക്ക് എല്ലാവരും കൊണ്ടുവരാൻ അച്ഛൻ ശ്രമിച്ചു. നമ്മളും ഈ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് വേണം ജീവിക്കാനായിട്ട്. ഇത് സിസ്റ്റർ റീന തെരേസ്, സ്കൂളിലെ അധ്യാപികയാണ്. സിസ്റ്റർ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ അംഗമാണ്. സിസ്റ്റർ തച്ചുപറമ്പിൽ അച്ഛനാണ് ഈ ഒരു കോൺവെൻറ്റിൻ്റെ ഈ ഒരു ശാഖ തുടങ്ങാനൊക്കെ കാരണക്കാരനായത്. അച്ഛനും ഈ ഒരു കോൺഗ്രിഗേഷൻ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാമോ? 1930കളിലാണ് അച്ഛൻ ചേലക്കര പ്രേക്ഷിത കേന്ദ്ര മേഖലയാക്കിയിട്ട് വരണത്. അന്ന് സഭ സ്ഥാപിച്ച ഹോളി ഫാമിലി സന്യാസിനി സമൂഹ സ്ഥാപക വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമ്മയും ദൈവദാസൻ വിധേയത്തിൽ പിതാവുമാണ് ഈ സഭ തുടങ്ങാൻ, ഹോളി ഫാമിലി സഭ തുടങ്ങാൻ കാരണക്കാരി. അവരോട് തച്ചുപറമ്പിൽ അച്ഛൻ ചേലക്കരയിലും ഒരു ശാഖ തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിന് അച്ഛൻ ചേലക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഏകദേശം 84 വർഷങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ ഈ ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തെ ചേലക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവിടെ വന്ന് അച്ഛൻ ആദ്യം ഒരു കോൺവെൻറ്റ് തുടങ്ങിയാൽ അതിനോടനുബന്ധിച്ച് ഒരു പെൺപള്ളിക്കൂടം സ്ഥാപിക്കാം, അങ്ങനെ വിദ്യാലയം സ്ഥാപിക്കുമ്പോൾ ആളുകളൊക്കെ വരും എന്ന് മനസ്സിലാക്കി അച്ഛൻ ആദ്യം തന്നെ ഒരു വിദ്യാലയത്തിന് തുടക്കമിട്ടു. അതാണ് ഈ കാണുന്ന ഞങ്ങളുടെ ചേലക്കര കോൺവെൻറ്റ് സ്കൂൾ. അതിനുശേഷം ഈ നാട്ടിലെ വികസനത്തിന് വേണ്ടിയിട്ട് അച്ഛൻ തൊട്ടടുത്ത് ഒരു ആശുപത്രിയും സ്ഥാപിച്ചു. പിന്നെ റോഡുകളൊക്കെ കുറേ വെട്ടി, പിന്നെ ഒരുപാട് ആളുകൾ വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇവിടെ ഇടവകപ്പള്ളിയായിട്ട് സ്ഥാപിച്ചത് ഞങ്ങളുടെ കോൺവെൻറ്റ് ചാപ്പലാണ്. എല്ലാ ആവശ്യത്തിനും ഇടവകപ്പള്ളി പോലെ ഈ കോൺവെൻറ്റിലെ ഈ പള്ളി ഇന്ന് ഉപയോഗിക്കുക. 62ലാണ് അച്ഛൻ ഇടവകയിലൊരു പള്ളി പണിത് അവിടെ ഇടവകക്കാരെ ആക്കിയിട്ട് അവിടെ കുർബാനയൊക്കെ തുടങ്ങാൻ കാരണമായി. നമ്മളിനി പോകുന്നത് അച്ഛൻ ആദ്യം സ്ഥാപിച്ച കോൺവെൻറ്റ് മഠമില്ലേ, മഠത്തിലെ പള്ളി. ആ മഠത്തിലെ പള്ളിയായിരുന്നു ആദ്യമായിട്ട് ഇവിടുത്തെ ഇടവകക്കാരെല്ലാം വന്നുകൊണ്ടിരുന്നത്. പിന്നാണ് ഇടവപ്പള്ളി പണി കഴിപ്പിച്ചത്. അപ്പം നമ്മൾ ആ ചാപ്പലിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. ഇതാണ് ആൻറ്റി പറഞ്ഞ മഠത്തിൽ ആദ്യം അച്ഛൻ പണി കഴിപ്പിച്ച ചാപ്പല്. നമ്മൾ ആ ചാപ്പലിനുള്ളിലേക്ക് പോവുകയാണ്. കണ്ടില്ലേ, പഴക്കം ചെന്ന ബിൽഡിങ്ങാണ് അല്ലേ. ഈ രൂപത്തിലുള്ള പള്ളി ഇപ്പോൾ ഉണ്ടോ? ഇല്ല, പഴയ രീതിയിലുള്ള. ഇത് കണ്ടോ, ഈ പള്ളിയുടെ തൂണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? പഴയ ഒരുപാട് പഴക്കം ചെന്ന രീതിയിലുള്ള അന്ന് പണി കഴിപ്പിച്ച തൂണൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയാണ്. ഈ രൂപങ്ങളൊക്കെ ശ്രദ്ധിച്ചോ? രൂപങ്ങളൊക്കെ ശ്രദ്ധിച്ചോ? ഇവിടെ 2 ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതെന്താണെന്നറിയാവോ? മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഈ ചിത്രം മാതാവാണ്. എന്താണത്? അല്ല, മാതാവിൻ്റെ 7 വ്യാകുലങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 7 വ്യാകുലം, അതിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ്. ഇത് ഏതാരെന്ന് പറയാവോ? 10-ാം പിയൂസ് മാർപ്പാപ്പ അല്ലേ. പരിശുദ്ധ കുർബാനയുടെ ഭക്തി ഏറ്റവും അധികം സഭയിൽ അദ്ദേഹം മാർപ്പാപ്പയായിരുന്ന സമയത്താണ്, 10-ാം പിയൂസ് പാപ്പ മാർപ്പാപ്പയായിരുന്ന സമയത്താണ് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഭയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള ആ ഒരു തീരുമാനം പാപ്പയെ കൊണ്ടുവന്നത് അല്ലേ. ഇപ്പം നമ്മുടെ ആൻ്റണി അച്ഛനും പരിശുദ്ധ കുർബാനയോട് ഒത്തിരി ഭക്തിയുള്ള ആളായിരുന്നു. 10-ാം പിയൂസ് പാപ്പയുടെ ചിത്രവും അങ്ങനെയാണ് വെച്ചത്. ഇത് പോൾ പുളിക്കൻ അച്ഛൻ ഇപ്പോൾ നമ്മുടെ ആൻ്റണി അച്ഛൻ അച്ഛൻ പണിയെടുപ്പിച്ച പള്ളിയായത് അല്ലേ, ചേലക്കര പള്ളി. അപ്പോൾ പുളിക്കൻ അച്ഛൻ ഇപ്പോൾ ഇവിടുത്തെ വികാരി അച്ഛനാണ്. അത് മാത്രമല്ല നമ്മുടെ തച്ചുപറമ്പിൽ അച്ഛൻ്റെ കാനനൈസേഷൻ പ്രോസസ്സിൻ്റെ പോസ്റ്റ്ലേറ്റർ കൂടിയാണ്. അച്ഛനെ ഈ തച്ചുപറമ്പിൽ അച്ഛൻ്റെ ജീവിതം ഏറ്റവും അടുത്തറിഞ്ഞൊരാളാണ്. അച്ഛനെ ഏറ്റവും സ്വാധീനിച്ച കാര്യം എന്താണ് തച്ചുപറമ്പിൽ അച്ഛൻ്റെ ജീവിതത്തിൽ? തച്ചുപറമ്പിലച്ഛൻ ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. ദിവികാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകളോളം അച്ഛൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു. അച്ഛൻ്റെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത്, തിരുസഭയുടെ ദൗത്യം വിശുദ്ധ കുർബാനയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ജൂബിലിയാണ്, 50-ാം വർഷമാണ്. അതിനൊക്കെ ഏറെ മുൻപ് തന്നെ തച്ചുപറമ്പിലച്ഛൻ വിശുദ്ധ കുർബാനയ്ക്ക്
ക്രൈസ്തവ ആധ്യാത്മികതയിലുള്ള ഏറ്റവും പ്രധാന സ്ഥാനം ഊന്നി പറഞ്ഞിരുന്നു. അച്ഛൻ്റെ സാമൂഹ്യ പ്രവർത്തനമാണ് എന്നെ ആകർഷിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജാതിമത ഭേദമന്യേ ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസമായി അച്ഛൻ മാറി. നമുക്കറിയാം, ഇവിടെ ആദ്യമായി ഒരു സ്കൂൾ കൊണ്ടുവരുന്ന അച്ഛനാണ്. ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രി സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് അച്ഛനാണ്. കഷ്ടപ്പെടുന്ന, പട്ടിണിയിൽ ഉഴലുന്ന ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാൻ, അവർക്ക് പാർപ്പിടമുണ്ടാക്കാൻ അച്ഛൻ എല്ലാവരുടെയും സഹകരണത്തോടെ അച്ഛൻ പ്രത്യേകമായിട്ട് പരിശ്രമിച്ചു. ഈ വിശുദ്ധിയുടെ ഒപ്പം തന്നെ വിജ്ഞാനത്തിൻ്റെയും നിറകുടമായ അച്ഛൻ നമുക്കൊക്കെ വലിയ മാതൃകയാണ്. അച്ഛൻ്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അച്ഛൻ്റെ ധ്യാനക്കുറിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അച്ഛൻ പറയുന്ന ധ്യാന ചിന്തകളിൽ എന്നെ ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ കുർബാനയെ പറ്റിയിട്ടുള്ള അച്ഛൻ്റെ വാക്കുകളാണ്. ഒരു പിതാവ് തൻ്റെ അന്ത്യവിനാഴികയിൽ താൻ നേടിയ സ്വത്തെല്ലാം മക്കൾക്ക് പങ്കുവെച്ച് കൊടുക്കുന്നത് പോലെ തൻ്റെ അന്ത്യനിമിഷങ്ങളിൽ കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സ്വത്താണ് വിശുദ്ധ കുർബാന എന്ന് അച്ഛൻ പറയും. ഒരു പഴയ പാരമ്പര്യമനുസരിച്ച് പത്രോസ് താൻ ചെയ്ത തെറ്റ് ഓർത്തുകൊണ്ട് കരഞ്ഞു, ജീവിതകാലം മുഴുവൻ കരഞ്ഞു. പത്രോസിൻ്റെ മുഖത്ത് കണ്ണീർ ചാലുകളുണ്ടായി എന്നാണ് പറയുന്നത്. അച്ഛനത് ഓർക്കുകയാണ്. അച്ഛൻ പറയുകയാണ്, നിരന്തരമായി നാമും നമ്മുടെ പാപങ്ങളെക്കുറിച്ച് കരയണം. ഇവരുടെ ഈ അച്ഛൻ്റെ ലൈഫിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ഇവർക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത എന്തായിരിക്കും? എല്ലാ ദിവസവും വിശുദ്ധ ബലിയിലേക്ക് വരിക. വിശുദ്ധ ബലിയിലേക്ക് വരാനായിട്ട് അച്ഛൻ കുഞ്ഞുങ്ങൾക്ക് അന്ന് അച്ഛൻ്റെ കയ്യിലുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് അത് അച്ഛൻ്റെ നിർബന്ധമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് മിഠായി കൊടുക്കുക, ബിസ്ക്കറ്റ് കൊടുക്കുക. കുഞ്ഞുങ്ങൾ ഏത് വിധേനയെങ്കിലും അവർ പള്ളിയിലേക്ക് വരണം, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം എന്നുള്ളത് അച്ഛൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അച്ഛനെ പറ്റി ഇവിടുത്തുകാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അച്ഛന് നല്ല ഭക്ഷണ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കും. അച്ഛൻ വാസ്തവത്തിൽ കുറച്ച് ഭക്ഷണമേ കഴിക്കുള്ളൂ. അവസാന കാലഘട്ടത്തിൽ അച്ഛൻ ക്ഷയരോഗിയായിട്ടാണ് മരിച്ചത്, നമുക്കറിയാം. ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുള്ളൂ. നല്ല ഭക്ഷണമൊക്കെ കുഞ്ഞ് മക്കൾക്ക് കൊടുക്കും. അങ്ങനെ അച്ഛൻ്റെ ആ ത്യാഗവും കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും ഒക്കെ നമ്മൾ ഓർക്കുന്നു. സർവോപരി ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് എല്ലാ കുഞ്ഞുമക്കളെയും കൊണ്ടുവരണമെന്നുള്ള വലിയ ഒരു നിർബന്ധം, തീഷ്ണത, താല്പര്യം അച്ഛനുണ്ടായിരുന്നു. അപ്പം ഇവരെ കുർബാനയിലേക്ക് കൂടുതൽ സ്നേഹത്തോടെ, ഭക്തിയോടെ ഇവരും വളരണം. തീർച്ചയായിട്ടും കുർബാന എല്ലാ ദിവസവും ഒന്നാണ്, പക്ഷേ എന്നും പുതിയതാണ്, നവമാണ്. കർത്താവ് അതിലെന്നും നമുക്ക് സാന്നിധ്യം നൽകാൻ ഇതാ കർത്താവ് തയ്യാറായി നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ട്. തച്ചുപറമ്പിലച്ഛൻ പണി കഴിപ്പിച്ച പള്ളിയായത് സെയിൻറ്റ് മേരീസ്. ഇതിപ്പോൾ ഫൊറോന പള്ളിയാണ്. അപ്പം ആദ്യം ഇത് പുതുക്കി പണിത പള്ളിയാണ്. അച്ഛനും ആദ്യം പണിത പള്ളി ഒരു പഴയ രീതിയിലുള്ള പള്ളിയായിരുന്നു. അച്ഛൻ ഒത്തിരി മാതാവിനോട് ഭക്തിയുള്ള ആളായിരുന്നു. അച്ഛൻ്റെ മരണ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ശനിയാഴ്ചയായിരുന്നു, ജൂൺ 9 അതൊരു ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു, മരിക്കുവാണെങ്കിൽ അത് ശനിയാഴ്ച ദിവസം. അതുപോലെയൊക്കെ തന്നെ സംഭവിച്ചു. ഇവിടെ വികാരി അച്ഛനായിരുന്ന സമയത്താണ് അച്ഛന് ക്ഷയരോഗമാണ് വന്നത്. ക്ഷയരോഗം വന്നങ്ങ് കൂടി ഒത്തിരി അവശതയിലായപ്പോൾ അച്ഛൻ ഇവിടെ തന്നെ പള്ളിമുറിയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അച്ഛന് കുറച്ചുകൂടെ പരിചരണം ആവശ്യമുണ്ട്. മരണസമയത്ത് അതുകൊണ്ട് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിനോട് ചേർന്ന് അവിടുത്തെ ഒരു മുറിയിലായിരുന്നു. സിസ്റ്റേഴ്സ് നല്ല പരിചരണമൊക്കെ കൊടുത്ത് വളരെ ശാന്തമായിട്ടാണ് അച്ഛൻ മരിക്കുന്നത്. നമ്മൾ മ്യൂസിയത്തിൽ വെച്ചിട്ടൊരു മുൾക്കിരീടം കണ്ടില്ലായിരുന്നോ? മുൾക്കിരീടത്തിൻ്റെ പിന്നിൽ, അതായത് ഈ ചേലക്കരയിലുള്ള മനുഷ്യർ എത്ര കൊല്ലം കഴിഞ്ഞാലും മറക്കാത്ത ഒരു കാര്യമാണ്. ദുഃഖവെള്ളിയാഴ്ചകളിൽ നമ്മൾ പരിഹാര പ്രദക്ഷിണം ചെയ്യില്ല കുരിശിൻ്റെ വഴി. അപ്പം ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ ആളുകൾ വരും, ഈ മഠത്തിൽ നിന്നാണ് പരിഹാര പ്രദക്ഷിണം ആരംഭിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഈ പരിഹാര പ്രദക്ഷിണത്തിന് മുൻപിൽ ഒരു ചുമന്ന മേലങ്കിയൊക്കെ അണിഞ്ഞിട്ട് ഈ മുൾക്കിരീടം വെച്ച് വലിയ ഭാരമുള്ള കുരിശും ചുമന്ന്
അങ്ങനെയാണ് പരിഹാര പ്രദർശനം ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു പരിഹാര പ്രദർശനത്തിൻ്റെ സമയത്തൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ വലിയൊരു ദൈവാനുഭവമായിരുന്നു. അപ്പോൾ ഈ ചേലക്കരയിലെ ആളുകൾ എത്ര തലമുറകൾ കടന്നു പോയാലും ഈ ഒരു കാര്യം മറക്കത്തില്ല. അപ്പം നമ്മൾ ഈ ഒരു കബറിടത്തിൽ നിൽക്കുമ്പം അത് നിങ്ങളോട് ആ സമയത്ത് പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഈശോ കുരിശിൽ ബലിയായത്, അല്ലേ? അപ്പം നമ്മൾ അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്നേഹം. നമ്മൾ ഒരാൾക്ക് എന്ത് ചെയ്താലും എന്ത് കൊടുത്താലും കൊടുക്കുന്ന സാധനത്തിൽ നിന്ന്, അല്ല മറ്റൊരാൾക്ക് ചെയ്യുന്ന നന്മ പ്രവൃത്തിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈശോ അത്രമാത്രം നമ്മളെ ആഴത്തിൽ ഈശോ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കണം, സ്നേഹത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. ഇതായിരുന്നു അച്ഛൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഈ ഒരു സമയം സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ പിശുക്കരാണോ? ആണോ? കുറച്ച് പിശുക്കരാണ് അല്ലേ? ഒട്ടും പിശുക്കരല്ലാത്തവരും ഉണ്ട്. നമുക്ക് ഈ സമയം സ്നേഹം എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ ഉള്ളിൽ തന്നാലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പം അച്ഛൻ്റെ ജീവിതത്തിൽ വളരെ സമൃദ്ധമായിട്ട് അച്ഛനത് ഈശോയിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റി. അത് അച്ഛൻ ചുറ്റും കൊടുക്കുകയും ചെയ്തു. അപ്പം നമുക്ക് ഈ സമയം ഒരു ആഴമായൊരു ദൈവസ്നേഹ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് നമ്മുടെ ഫാമിലിയെ ഓർക്കാം, നമ്മുടെ അപ്പയെയും അമ്മയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് ഓർക്കാം, നമ്മുടെ ടീച്ചേഴ്സിനെ, എല്ലാവർക്കും. നമ്മൾ ഇവിടെ ഈ സമയം പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ഉള്ളിലും അവരുടെ ഉള്ളിലും ഈ ഒരു വലിയൊരു ദൈവസ്നേഹത്തിൻ്റെ അനുഭവം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക്. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും എല്ലാ പങ്കുവെക്കലുകളും അത് സ്നേഹത്തിൽ നിന്നായി തീരട്ടെ. ചുറ്റുമുള്ളവർക്ക് സ്നേഹം വിളമ്പി കടന്നുപോയ ദൈവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ഛൻ്റെ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഏവർക്കും നന്മകൾ നേരുന്നു. നന്ദി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.